ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 20-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഓൺ ദ മാർജിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ ഒരു പ്രധാനമായിട്ടും ഇത് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഈ ഒരു സെക്സ് വർക്കേഴ്സിൻ്റെ അവർ നേരിടുന്ന ചാലഞ്ചസും അവർ നേരിടുന്ന സോഷ്യൽ സ്റ്റിഗ്മയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഗ്ലോബലി ഈ ഒരു സെക്സ് വർക്കേഴ്സ് നേരിടുന്ന ചാലഞ്ചസിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറയുന്ന കാറ്റഗറി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. അവർ സൊസൈറ്റിയിലെ വളരെയധികം സൊസൈറ്റിയൽ സ്റ്റിഗ്മയും വയലൻസും നേരിടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ PTSD, അതുപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് പോലുള്ള പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും മറ്റുമൊക്കെ നേരിടുന്ന ഒരു കാറ്റഗറി വിഭാഗമാണ് ഇത് എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇതായ പ്രധാനമായിട്ടും അവരുടെ ഒരു ഫൈനാൻഷ്യൽ നെസസിറ്റി കാരണമായിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു തൊഴിലേക്ക് പോകുന്നെങ്കിലും അതിന്റെ ഭാഗമായിട്ട് വളരെ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സും ഇൻസെക്യൂരിറ്റിയും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ വളരെ സീരിയസ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലുമാണ് അവർ നയിക്കുന്നതായിട്ടുള്ളത്. സമൂഹത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുകയും സമൂഹത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാതെ മെന്റൽ ഹെൽത്ത് സ്ട്രഗിൾസ് നേരിടുന്ന ഈ ഒരു കാറ്റഗറി ആൾക്കാരുടെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഓതർ ഇതിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് നോക്കിയാൽ വളരെയധികം ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സെക്ഷൽ വയലൻസ് ഇവർ നേരിടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ട്രോമയും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സും ഒക്കെ ഇവരുടെ ഭാഗമാണ്. അപ്പോൾ അതേപോലെ തന്നെ പലതും ഡ്രഗ്സ് അതുപോലെ തന്നെ ആൽക്കഹോൾ യൂസും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സും ട്രോമയും ഇവരുടെ മെന്റൽ ഹെൽത്തിനെ വേഴ്സൺ ചെയ്യുന്നുണ്ടെന്നാണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഇവർക്കെതിരെയുള്ള ആ ഒരു സ്റ്റിഗ്മയും ഡിസ്ക്രിമിനേഷനും എല്ലാം തന്നെ ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റീസ് അവൈൽ ചെയ്യുന്നുണ്ടോ ഈവൻ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റിയൽ സപ്പോർട്ടും കിട്ടാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ്. അതേപോലെ അൺസ്റ്റേബിൾ ഇൻകം ആണ് എന്നുള്ളതുകൊണ്ടും അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ടാഗ്ഡ് ആയിട്ടുള്ള കാറ്റഗറി ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ വളരെയധികം ക്രോണിക് ആയിട്ടുള്ള ആങ്സൈറ്റിയും സ്ട്രെസ്സും നേരിടുന്നുണ്ടെന്നാണ്. അതായത് ഇത്തരം ആൾക്കാരെ അവർ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്, നമ്മുടെ പൗരന്മാരാണ്. അവർക്ക് മെന്റൽ ഹെൽത്ത് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും എന്നുള്ളത് സ്പെസിഫിക്കലി ഈ ഒരു വിഭാഗം ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ, മെന്റൽ ഹെൽത്ത് കെയർ, സോഷ്യൽ സപ്പോർട്ടുകൾ, മറ്റ് അൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള വഴികൾ, ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള തൊഴിലുകളിലേക്ക് ഇവരെത്തുന്നത്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് മറ്റ് തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് കൊൽക്കത്തയിലായിക്കോട്ടെ, മുംബൈയിലായിക്കോട്ടെ, ചില ഏരിയയിൽ ഇത്തരത്തിലുള്ള സെക്സ് വർക്ക് എന്ന് പറയുന്നത് അത് ആ ഒരു ഏരിയയുടെ ജോബ് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ തൊഴിലായി മാറുന്ന സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് കൊൽക്കത്തയിലെ സൊനാഗച്ചി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ കൊണ്ടുവരേണ്ടതായിട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി അതുപോലെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള എഫേർട്ടുകളോട് അവർക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷനും ഹെൽത്ത് കെയർ ആക്സസും എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് മെക്കാനിസം കൊണ്ടുവരിക എന്നുള്ളത് ഇമോഷണൽ ആയിട്ടും സൈക്കോളജിക്കൽ ആയിട്ടും ഹെൽത്ത് സപ്പോർട്ടും നൽകുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്, ഇന്ത്യൻ പൗരന്മാരാണ്. അവരുടെ ഡിസ്ട്രസ്സിൽ നിന്നും കരകയറ്റാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എഫേർട്ട് കൊണ്ടുവരിക എന്നുള്ളത് അത്യാവശ്യമാണെന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത യൂറോപ്യൻ യൂണിയന്റെ CBAM-ഉമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് ഇന്ത്യ ഈ ഒരു CBAM-നെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താണ് ഇന്ത്യ നേരിടുന്ന ചാലഞ്ചസ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ CBAM എന്ന് പറഞ്ഞാൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇത് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അതായത് 2030 ഫിറ്റ് ഫോർ 55 ഇൻ 2030 പാക്കേജ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ യൂണിയന്റെ പ്രോഗ്രാം ഉണ്ട്. യൂറോപ്യൻ യൂണിയന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 2030 കൂടിയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ 55% കുറക്കുക എന്നുള്ളതാണ് ഉദ്ദേശം, കമ്പയർഡ് ടു 1990 ലെവല്. അതായത് യൂറോപ്യൻ ക്ലൈമറ്റ് ലോ പ്രകാരം 1990 ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ
അതിന്റെ 55%ത്തിലേക്ക് ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.